സാവിത്രി, അപ്പോൾ എന്തൊക്കെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇടക്കാല ജാമ്യ തീരുമാനം വരുന്നത്? പ്രധാനമായും ജസ്റ്റിസ് ജൂഡി ശ്രീദേവി അധ്യക്ഷയായ ബെഞ്ച്, സിംഗിൾ ബെഞ്ചിൽ പ്രധാനമായും അവർ പറഞ്ഞത് ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറയുന്ന കുറ്റം ഇതിൽ നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ളതാണ്. ഒരു ജനപ്രീതിയുള്ള നടൻ അല്ലെങ്കിൽ സൂപ്പർ താരം എന്നുള്ളത് കൊണ്ട് മാത്രം ഒരിടത്ത് പോകാനോ ഒരു സിനിമയുടെ പ്രൊമോഷൻ നടത്താനോ പാടില്ല എന്നുള്ള തരത്തിൽ അല്ലു അർജുന് മേൽ ഒരു തരത്തിലുള്ള നിയന്ത്രണവും വെക്കാൻ കഴിയില്ല. ഒരു പ്രൊമോഷന്റെ ഭാഗമായി ഒരിടത്ത് അല്ലു അർജുൻ പോയി എന്നുള്ളത് കൊണ്ട് ഒരു ദുരന്തമുണ്ടായി എന്ന് ഇപ്പോൾ പ്രഥമ ദൃഷ്ട്യാ പറയാൻ കഴിയില്ല. അതിനാൽ തന്നെ ജാമ്യം നൽകരുത് എന്നുള്ള സർക്കാർ അഭിഭാഷകന്റെ വാദങ്ങൾ തൽക്കാലം അംഗീകരിക്കാനാവില്ല എന്നാണ് ഇപ്പോൾ ജഡ്ജി വ്യക്തമാക്കുന്നത്. മരിച്ചുപോയ യുവതിയുടെ കുടുംബത്തോട് തീർച്ചയായും തങ്ങൾക്ക് സഹതാപമുണ്ട്. പക്ഷേ അതിന്റെ കുറ്റം ഈ അല്ലു അർജുന് മേൽ കെട്ടിയേൽപ്പിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എന്നാണ് ജഡ്ജി വ്യക്തമാക്കുന്നത്. താൽക്കാലികമായി ഇപ്പോൾ ഇടക്കാല ജാമ്യം അല്ലു അർജുന് നൽകുകയാണ്. അതിനിടയിൽ എന്താണ് നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്ന് അല്ലു അർജുന്റെ ടീമിന് തീരുമാനിക്കാം. കേസിൽ വാദം തുടരും. അതുവരെ ഇടക്കാല ജാമ്യം താൽക്കാലികമായി അനുവദിക്കുന്നു എന്നാണ് ഇപ്പോൾ ജഡ്ജി വ്യക്തമാക്കിയിരിക്കുന്നത്. കോടതിയിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് നടന്നത്. ശീതൾ, അതായത് അല്ലു അർജുന്റെ അഭിഭാഷകൻ പ്രധാനമായും ഉന്നയിച്ച കാര്യം ഇത് തന്നെയാണ്. അതായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അതോടൊപ്പം തന്നെ ബോധപൂർവം ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ഈ രണ്ട് വകുപ്പുകളാണ് അല്ലു അർജുനെതിരെ ചുമത്തിയിരുന്നത്. ഈ രണ്ട് വകുപ്പുകളും നിലനിൽക്കുന്ന കാര്യത്തിൽ തർക്കമുണ്ട്, അല്ലെങ്കിൽ ഈ രണ്ട് വകുപ്പുകളും തന്റെ കക്ഷിക്ക് എതിരെ നിലനിൽക്കുന്നതല്ല എന്നാണ് അഭിഭാഷകൻ പ്രധാനമായും വാദിച്ചത്. തന്റെ കക്ഷി അവിടെ പോയത് ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി മാത്രമാണ്. അത്തരത്തിൽ പ്രൊമോഷന് പോയി എന്നുള്ളതുകൊണ്ട് ഒരു ദുരന്തം ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല തന്റെ കക്ഷി അവിടെ പോകുന്നത്. അവിടെ ഈ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് തന്റെ കക്ഷി ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അല്ലു അർജുൻ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. ബാൽക്കണിയിൽ ഫസ്റ്റ് ഫ്ലോറിൽ, സന്ധ്യ തിയേറ്ററിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ സിനിമ തിയേറ്ററിനകത്തായിരുന്നു അല്ലു അർജുൻ ഉണ്ടായിരുന്നത്. ആ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിന് തൊട്ടടുത്താണ്. അപ്പോൾ അല്ലു അർജുൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അല്ലു അർജുൻ ബോധപൂർവം ഇത്തരത്തിൽ ഒരു അപകടത്തിന് വഴിവെച്ചു എന്നുള്ള തരത്തിലുള്ള പോലീസിന്റെ വാദം നിലനിൽക്കില്ല എന്നാണ് അഭിഭാഷകൻ പ്രധാനമായും വാദിച്ചത്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലും വിചാരണയുമായി സഹകരിക്കാൻ തന്റെ കക്ഷി തയ്യാറാണ്. പക്ഷെ അതിന് അറസ്റ്റ് ചെയ്ത് കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ വേണം എന്ന് പോലീസ് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. എല്ലാ തരത്തിലും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കാൻ തന്റെ കക്ഷി അല്ലു അർജുൻ തയ്യാറാണ് എന്നും അതിനായി ഇടക്കാല ജാമ്യം താൽക്കാലികമായി അനുവദിക്കണം എന്നുമാണ് അഭിഭാഷകൻ ഇന്ന് പ്രധാനമായും വാദിച്ചത്. ഇന്ന് അഭിഭാഷകന്റെ പ്രധാനപ്പെട്ട വാദം ജാമ്യം എന്നുള്ളതിൽ മാത്രം, ഇടക്കാല ജാമ്യം എന്നുള്ളതിൽ മാത്രം ഊന്നിക്കൊണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉച്ചയോടുകൂടി, അതായത് വളരെ പ്രധാനപ്പെട്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം വരുന്ന തീരുമാനമാണ്. സാവിത്രി, അപ്പോൾ ജൂബിലി ഹിൽസിൽ നിന്നും നാടകീയമായി കസ്റ്റഡിയിലെടുത്ത് പിന്നീട് റിമാൻഡിലായ ശേഷമാണ് തീരുമാനം വരുന്നത്. അപ്പോൾ ഈ അല്ലു അർജുന്റെ കാര്യത്തിൽ ഇനിയുള്ള പോലീസ് നീക്കം, നടപടി എന്തായിരിക്കും? തീർച്ചയായും ജയിലിലേക്ക് അല്ലു അർജുനെ മാറ്റാനുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും തെലങ്കാന പോലീസ്, ഹൈദരാബാദ് പോലീസ് തയ്യാറാക്കി വെച്ചിരുന്നതാണ്. ചെഞ്ചൽഗുഡ ജയിലിന്റെ പരിസരത്തേക്ക് പൂർണ്ണമായും വലിയ രീതിയിൽ സുരക്ഷ ഒരുക്കുകയും മറ്റും ചെയ്തിരുന്നു. ജയിൽ പരിസരത്ത് 1/2 കിലോമീറ്റർ ദൂരത്ത് ബാരിക്കേഡ് വെച്ച് അടച്ച് പോലീസ് വലിയ രീതിയിൽ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. അതായത് നേരത്തെ തന്നെ നമ്പള്ളി മജിസ്ട്രേറ്റ് അല്ലു അർജുനെ റിമാൻഡ് ചെയ്ത ഉടൻ തന്നെ അല്ലു അർജുനെ ജയിലിലേക്ക് മാറ്റാനുള്ള നീക്കം പോലീസ് തുടങ്ങിയിരുന്നു. അപ്പോഴാണ് തെലങ്കാന ഹൈക്കോടതി ഈ ഹർജി പരിഗണിച്ചത്. അതായത് അല്ലു അർജുൻ ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഇടക്കാല ജാമ്യം അടിയന്തരമായി വേണം എന്ന അഭിഭാഷകർ വീണ്ടും ആ കേസ് കോടതിയിൽ പരാമർശിച്ചത്. അതോടുകൂടി കോടതി വൈകിട്ട് 4 മണിയോടുകൂടി ആ കേസ് പരിഗണിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ആ വാദം അവിടെ തുടരുന്നതിനാൽ 4:15 നമ്പള്ളി മജിസ്ട്രേറ്റ് അല്ലു അർജുനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തെങ്കിലും ഹൈക്കോടതിയിൽ വാദം തുടരുന്നതിനാൽ ഇപ്പോൾ ജയിലിലേക്ക് ഇപ്പോൾ തന്നെ മാറ്റേണ്ട കാര്യമില്ല എന്ന് പോലീസ് തീരുമാനിക്കുകയായിരുന്നു. തെലങ്കാന ഹൈക്കോടതിയുടെ തീരുമാനം കൂടി വന്നതിന് ശേഷം ജയിലിലേക്ക് കൊണ്ടുപോയാൽ മതി എന്നുള്ളതായിരുന്നു പോലീസിന്റെ തീരുമാനം. തീരുമാനിച്ചിരുന്ന അപ്പോൾ ഇനി അല്ലു അർജുൻ ജയിലിലേക്കില്ല. പോലീസ് ചുമത്തിയ വകുപ്പിൽ കോടതി സംശയമാണ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇടക്കാല ജാമ്യത്തിലേക്ക് വരുന്നത്. വലിയ ആശ്വാസമാണ്. അല്ലു അർജുനെ സംബന്ധിച്ച് പിന്തുണ അറിയിച്ച സിനിമാ പ്രവർത്തകരൊക്കെ ഉന്നയിച്ച കാര്യമായിരുന്നു. മനഃപൂർവ്വമില്ലാത്ത നരഹത്യാ കുറ്റം നിലനിൽക്കുമോ അല്ലു അർജുനെതിരെ എന്നുള്ളതാണ്. ഏതായാലും അക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് കോടതി ഇപ്പോൾ
ഇടക്കാല ജാമ്യം. ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറയുമ്പോൾ അത് ഇവിടെ എങ്ങനെ നിലനിൽക്കും എന്നുള്ളതാണ് വലിയ ചോദ്യം വരുന്നത്. കാരണം പുള്ളി അവിടെ വന്നിരുന്നെങ്കിലും പുള്ളി ഈ സ്ത്രീ നിൽക്കുന്ന സ്ഥലത്തില്ല. പുള്ളി ബാൽക്കണിയുടെ മുകളിൽ നിൽക്കുമ്പോഴാണ്, താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ ഇൻസിഡൻറ്റ്. പുള്ളി പറയുന്നത് പുള്ളി തിയേറ്റർ അതോറിറ്റിയെ വിളിച്ച് പറഞ്ഞിരുന്നു, പോലീസ് സ്റ്റേഷനിൽ നേരത്തെ അറിയിച്ചിരുന്നു, ഈ 2 ദിവസം ഞാൻ ഇവിടെ വന്നു പോകുമെന്നുള്ളത് നേരത്തെ അറിയിച്ചിരുന്നാണ് പുള്ളി പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ അപ്പിയർ ചെയ്യുകയും ഈ കേസിൽ തനിക്ക് പങ്കില്ല, അല്ല തന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് പൂർണ്ണമായും മോചിപ്പിക്കണമെന്നും തൻ്റെ പേരിലുള്ള FIR ക്ലോസ് ചെയ്ത് തരണമെന്നും പുള്ളി കോടതിയിൽ അപേക്ഷിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വാദങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി വിഡ്രോ ചെയ്ത് കഴിയുമ്പം ഇത് പോലീസിലോട്ടും തിയേറ്റർ അതോറിറ്റിക്ക് മാത്രം ഉള്ള ബേഡനായി മാറും. കാരണം തിയേറ്റർ അതോറിറ്റി എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല, അല്ലെ പോലീസ് എന്തുകൊണ്ട് വേണ്ടത്ര നടപടിയെടുത്തില്ല എന്നുള്ള രീതിയിൽ പുള്ളിയെ സേഫ് ആക്കിയിട്ട് അതിലോട്ട് മാറും. അങ്ങനെ ഒരു മാറ്റർ ആയിരിക്കും എന്നാണ് കരുതിയത്. അല്ലാതൊരു പ്രശ്നം കൂടി ഉണ്ട്. അല്ലു അർജുൻ്റെ ഫാമിലിയും പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ചിരഞ്ജീവിയുടെ മകൻ രാംചരനായിട്ടും അല്ലു അർജുൻ്റെ അങ്കിൾ പവൻ കല്യാണാണ് അവിടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ളത്. ആ മാറ്റേഴ്സ് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകുന്നുണ്ട്. അല്ലു അർജുനെതിരെ വെച്ചിരിക്കുന്ന കേസ് ഭാരതീയ ന്യായത്തിനകത്ത് സെക്ഷൻ 105, 118 1 വെച്ചാണ് അല്ലു അർജുനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അത് നിലനിൽക്കുമോ എന്നുള്ളതാണ് ഇപ്പം കോടതി ചോദിക്കുന്ന ചോദ്യം. പണ്ട് ഷാരൂഖ് ഖാൻ ഇതുവരെ ഉണ്ടായത്, പുള്ളി ഇങ്ങനെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വരികയും അവിടെ ആൾക്കൂട്ട പ്രശ്നങ്ങളുണ്ടാവുക, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായത്. ആ കേസ് കോടതി റദ്ദാക്കി കൊടുത്തിരുന്ന ഈ പ്രീവിയസ് കേസ് അത് പ്രയോജനം ചെയ്യും. നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് കുറച്ചുകൂടി സ്ട്രോങ് ആവും. അല്ലു അർജുൻ്റെ ഭാഗത്ത് നിൽക്കുന്ന അഭിഭാഷകന് ആർഗ്യുമെൻറ്റ്സ് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ സാധിക്കും. അവർ ഫയൽ ചെയ്തിരിക്കുന്ന കേസിൻ്റെ അകത്ത് 5 വർഷം മുതൽ 10 വർഷം വരെ തടവ് കിട്ടാവുന്ന അവർ വെച്ചിരിക്കുന്നത്. ഉച്ച വരെയോളം ആ കേസ് നടക്കുന്ന സമയം വരെ കോടതി അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ അപ്ഡേഷൻസ്. അപ്പോൾ ഒന്നും അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് പെട്ടെന്നാണ് അല്ലു അർജുനെ വീട്ടിൽ പോയി കസ്റ്റഡി എടുക്കാൻ തീരുമാനിച്ചത്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാത്ത രീതിയിൽ അവർ 14 ദിവസം റിമാൻഡ് എന്നുള്ള രീതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ കാണിച്ച് റിമാൻഡ് ആക്കി വെച്ചു. പക്ഷേ ഹൈക്കോടതി വൈകിട്ടത്തെ ബെഞ്ച് കൂടിയാണ്. ഹൈക്കോടതി അവരുടെ അഭിഭാഷകൻ ഉച്ച കഴിഞ്ഞാണ് അതിൻ്റെ ഇടപെട്ടത്. അത് ഉച്ചവരെ ലേറ്റായി പോയി. കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് ഇത് രാവിലെ വെക്കായിരുന്നത്. ഇടക്കാല ജാമ്യം അലൗ ചെയ്യുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു അല്ലു അർജുൻ പെട്ടെന്ന് FIR ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസ് ഊരൊന്നും കണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ പോലീസ്. അവർ പൊളിറ്റിക്സ് നിൽക്കുന്നവർ പറയുന്ന കേൾക്കുമല്ലാതെ അവർക്ക് ആഭ്യന്തര വകുപ്പ് നിൽക്കുന്നത്, അല്ല ആഭ്യന്തരമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്. ഇന്നയാൾ അല്ലു തല വെച്ച് കൊടുത്തു ഒരു മാറ്റർ. ഇങ്ങനെ വന്നുകൊണ്ടാണ് അവർക്ക് കൈയ്യേക്കാൻ പറ്റുക. ഇപ്പം അല്ലു ഈ കേസ് ഇൻവോൾവ് ആകത്തില്ലെന്ന് പ്രശ്നമില്ലായിരുന്നു. ഇപ്പം അല്ലു മൂല ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ അത് അവർ മുതലെടുക്കാൻ നോക്കി. കാരണം 2 ദിവസമായിട്ട് അല്ലു ഊരുമെന്ന് മനസ്സിലായി. ഹൈക്കോടതിയിൽ നിന്ന് കേസ് റദ്ദാക്കി തൻ്റെ പേരിലുള്ള FIR ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പണിയാണ്. നമുക്കതിൻ്റെ മാറ്റർ എന്താണ് അല്ലുവിൻ്റെ പുറകിൽ ഇത് ഈ ഒരു ഇൻസിഡൻറ്റ്. ഇപ്പോൾ അല്ലുവിൻ്റെ നേരെ ഉണ്ടായ ഈ ഇൻസിഡൻറ്റ് കേസ് പെട്ടെന്ന് ഫോർവേഡ് ആവുകയും പെട്ടെന്ന് 14 ദിവസം റിമാൻഡ് വിടാനൊക്കെ ഉണ്ടായ കാരണം എന്താണെന്ന് നമുക്കെല്ലാവർക്കും തോന്നുന്നൊരു സംശയം. എന്താ ഒരു പൊളിറ്റിക്കൽ മാറ്റർ ഉണ്ടോ? ഐക്കൺ സ്റ്റാർ അല്ലു അർജുന്റെ അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ പകപോക്കലുണ്ടോ? അല്ലുവും ബന്ധുക്കൾ കൂടിയായ ചിരഞ്ജീവി മെഗാ കുടുംബവുമായി പുകയുന്ന പിണക്കമാണോ ഈ അറസ്റ്റിന് പിന്നിൽ? ഇപ്പോൾ ടോളിവുഡ് ആരാധകർ സംശയത്തിന്റെ മുന്നിൽ നിർത്തുന്നത് ചിരഞ്ജീവിയുടെ മകൻ കൂടിയായ സൂപ്പർ താരം രാം ചരണിനെയും ചിരഞ്ജീവിയുടെ സഹോദരനും അല്ലുവിന്റെ അങ്കിളുമായ ആന്ധ്രയുടെ ഉപമുഖ്യമന്ത്രി ജനസേന പാർട്ടി നേതാവ് പവൻ കല്യാണിനെയും കൂടിയാണ്. ആന്ധ്ര തെരഞ്ഞെടുപ്പ് കാലം തൊട്ട് പുകയുന്ന കാര്യമാണ്. അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണവേളയിൽ അല്ലു അരവിന്ദ് ഉൾപ്പെടെയുള്ള മെഗാ കുടുംബം പവൻ കല്യാണിന് വേണ്ടിയും അതേസമയം അല്ലു അർജുൻ YCPക്ക് വേണ്ടി മത്സരിച്ച സുഹൃത്ത് രവി കിഷോർ റെഡ്ഡിക്ക് വേണ്ടിയും പ്രചാരണം നടത്തി. അന്ന് തന്നെ പ്രചാരണത്തിനെത്തിയതുമായി ബന്ധപ്പെട്ട് അല്ലുവിനെതിരെ ആൾക്കൂട്ടത്തെ വിളിച്ചു വരുത്തി എന്നുള്ളൊരു കേസും എടുത്തിരുന്നു. അത് പിന്നെ ആന്ധ്ര ഹൈക്കോടതി തള്ളിയെങ്കിലും ആ കേസിന് പിന്നിലും പവൻ കല്യാൺ ടീമാണെന്നുള്ള വിമർശനവും വന്നതാണ്. പവൻ കല്യാണിന്റെ വിജയത്തിന് ശേഷം അല്ലു അർജുന്റെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലാണ് മെഗാ ആരാധകർ ആക്രമണം അഴിച്ചുവിട്ടത്. അല്ലു ട്രോൾ ചെയ്യപ്പെട്ടത്. കസിൻസായ അല്ലു അർജുനും രാം ചരൺ തേജയും തമ്മിലുള്ള പ്രൊഫഷണൽ ജലസിയെക്കുറിച്ച് അതുവരെ വന്ന അഭ്യൂഹങ്ങളെല്ലാം പലതവണ ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം അത് സ്ഥിരീകരിക്കപ്പെട്ടു. രാം ചരന്റെ വരാനിരിക്കുന്ന ചിത്രമായ ഗെയിം ചേഞ്ചറിനെ കുറിച്ച് അല്ലു അർജുൻ മോശം പരാമർശം നടത്തിയെന്ന റിപ്പോർട്ടുകളും ഇതിനിടെ തീയിൽ എണ്ണ കോരിയൊഴിച്ചു. മാത്രമല്ല അല്ലു അർജുൻ ആർമി എന്നറിയപ്പെടുന്ന അല്ലു അർജുന്റെ സോഷ്യൽ മീഡിയ ആർമി രാം ചരനെയും മറ്റ് നായകന്മാരെ അവരുടെ സിനിമകളെയും എല്ലാം കുറിച്ച് മോശം ക്യാമ്പയിൻ നടത്തുകയാണെന്ന് ആരോപിച്ച് രാം ചരൺ ആരാധകർ തിരികെ ക്യാമ്പയിൻ നടത്തി. ഇതിനൊക്കെ ഇടയിലാണ് അല്ലു അർജുന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇത് മാത്രമല്ല, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും അല്ലു അർജുനും തമ്മിലുള്ള പിണക്കവും കൂട്ടിച്ചേർത്ത് വായിക്കപ്പെടുന്നുണ്ട്. പുഷ്പ റിലീസിന് ഹൈദരാബാദിൽ വന്നപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞ അല്ലു രേവന്ത് റെഡ്ഡിയുടെ പേര് പറഞ്ഞപ്പോൾ തപ്പിത്തടഞ്ഞു എന്നൊക്കെയുള്ള ബാലിശവാദങ്ങളും സോഷ്യൽ മീഡിയ ആക്രമണം അല്ലുവിനെതിരെ വന്നതാണ്. അല്ലെങ്കിൽ തന്നെ തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിൽ പിടിമുറുക്കാനുള്ള രേവന്തിന്റെ നീക്കവും ഒക്കെ നേരത്തെ തന്നെ നാട്ടിൽ പാട്ടാണ്. അതിനു മുകളിലാണ് YSR പാർട്ടിയുടെ നേതാവായ രവി കിഷോർ റെഡ്ഡിയുടെ അടുത്ത സുഹൃത്തായ അല്ലുവിനെതിരെ YSRന്റെ കടുത്ത എതിരാളിയായ രേവന്ത് നടത്തിയ നീക്കമാണിതെന്ന് ഇപ്പോൾ രാഷ്ട്രീയ വിലയിരുത്തലും വരുന്നത്. അതായത് പവൻ കല്യാൺ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായ ആന്ധ്രയുടെ CM
ചന്ദ്രബാബു നായിഡുവിന്റെ പഴയ ശിഷ്യനായ രേവന്ത് റെഡ്ഡി അല്ലു അർജുനെ മനഃപൂർവ്വം ഈ അറസ്റ്റിലേക്ക് തള്ളിയിട്ടു എന്നാണ് ആരോപണം. BRS പാർട്ടിയുടെ KT രാമറാവു അല്ലുവിനെതിരെ രേവന്ത് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതെന്ന് വരെ പരസ്യമായി ആഞ്ഞടിച്ചു കഴിഞ്ഞു. അതായത് പറഞ്ഞു വരുമ്പോൾ പുഷ്പ 2 അല്ല, ശരിക്കും അല്ലുവിന്റെ അറസ്റ്റിന് പിന്നിൽ ചരട് വലിക്കുന്നത് മെഗാ കുടുംബത്തിനകത്തെ തല്ലും വഴക്കും തൊട്ട് ആന്ധ്ര തെലുങ്കാന പൊളിറ്റിക്സ് വരെയാണെന്ന് വിലയിരുത്തിയാൽ കുറ്റം പറയാൻ ആവില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ കണക്കൂട്ടിലൊന്നും തെറ്റിയിട്ടില്ല. അല്ലു അർജുൻ അവിടെ വന്ന് ആ ഒരു സ്ത്രീ മരിച്ചു. നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട് ആ സ്ത്രീ മരിച്ചത്. അവരുടെ മകൻ പരിക്കേറ്റിട്ടുണ്ട്. 35 വയസ്സുകാരിയാണ് സ്ത്രീ. ശരിയാണ്, ആരാധന വന്ന ക്രൗഡിൻ്റെ അകത്താണ് മരണം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് എങ്ങനെ വന്നു എന്ന് സംശയിച്ചിരിക്കുന്നത്. കാരണം അല്ലു നേരത്തെ വിളിച്ചു പറഞ്ഞു, പോലീസിനെ വിളിച്ചു പറഞ്ഞ അല്ലു പറയുന്നത് തിയേറ്റർ അതോറിറ്റിയോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു മാറ്ററിൻ്റെ അല്ലു പെട്ടെന്ന് കേസ് ക്ലോസ് ചെയ്യാൻ ഹൈക്കോടതി ചെന്ന്. അപ്പോൾ ഈ കേസ് ക്ലോസ് ചെയ്ത് അല്ലു ഇറങ്ങുന്നതിന് മുമ്പ് അല്ലുവിനെ എന്താ അവർ ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ഇവർ റിമാൻഡിൽ മേടിച്ചു 14 ദിവസം. ഹൈക്കോടതിയുടെ മുമ്പിൽ പ്രോസിക്യൂഷൻ പറഞ്ഞത് എന്താണ്, അല്ലുവിനെ ഞാൻ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യണം. എന്തിനാണ് അല്ലുവിനെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യുന്നത്? അല്ലു അവിടെ വന്നു, ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്, ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇൻസിഡന്റ്. അല്ലു മിസ്ത്രീ ആരാന്ന് പോലും അറിയത്തില്ല. പിന്നെ എന്തിനാണ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യേണ്ടത്? കോടതി ചോദിച്ച ചോദ്യമാണ്, ഹൈക്കോടതി ചോദിച്ച ചോദ്യമാണ്. പ്രോസിക്യൂഷൻ ഒന്നും പറയാനില്ല, അവർക്ക് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യണം. ഉച്ചയ്ക്ക് തന്നെ ഹൈക്കോടതി ചോദിച്ചു എന്താ അപ്ഡേഷൻ ചോദിച്ചപ്പം പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നത് എന്താണ്, അത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പോലീസ് ഹൈക്കോടതിയോട് പറയാതെ പെട്ടെന്ന് പോയി അറസ്റ്റ് ചെയ്തു. പക്ഷേ 4 മണിയായപ്പം അല്ലുവിന്റെ അഡ്വക്കേറ്റ് വീണ്ടും അപ്പിയർ ചെയ്തു. ഇത് ശരിക്കും പൊളിറ്റിക്കൽ ഡ്രാമ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കോമൺ സെൻസ് ഉള്ള ഏതൊരു വ്യക്തിക്കും നമ്മളിപ്പോൾ ഈ കേട്ട ന്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് എൻ്റെ പിന്നിൽ എന്നുള്ളത്. ഇത് പുഷ്പ 2 ഒരു അവസരം കിട്ടി, അല്ലുവിനെ പിടിക്കാൻ അവസരം തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ കിട്ടിയപ്പം പിടിച്ചകത്തിട്ട് 2 പൊട്ടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഒതുങ്ങി കിട്ടുമല്ലോ എന്നൊരു കരുതലായിരിക്കും ഒരു പക്ഷേ എതിരാളികൾ ആഗ്രഹിച്ചത്. രാഷ്ട്രീയവും സിനിമയൊക്കെ കേരളത്തിലെ പോലെയല്ല. സൗത്ത് ഇന്ത്യയിൽ നമുക്ക് തമിഴ്നാട്, കർണാടക, ഹൈദരാബാദ് ഇവിടെയൊക്കെ സിനിമയും രാഷ്ട്രീയവും മിക്സാണ്. ഇതാണ് എൻ്റെ തലവശം. ഏതൊക്കെയാലും ഇടക്കാല ജാമ്യം കിട്ടുകൊണ്ട് നല്ല രക്ഷപ്പെട്ടു. എന്നാലും ഇതിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കണം. അതെ, ഇപ്പോൾ അല്ലു അർജുൻ പുറത്തേക്ക് ഇറങ്ങിയതായി അഭിഭാഷകൻ പുറത്തെത്തി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുകയാണ്. അല്ലു അർജുന്റെ അഭിഭാഷകനും അദ്ദേഹത്തിന്റെ പിതാവും ഒക്കെ രാവിലെ തന്നെ ഈ ചഞ്ചൽഗുഡ ഈ ജയിലിന് മുന്നിൽ എത്തിയിരുന്നു. അതിനുശേഷം ഇവിടെ ഒരു ചെറിയ പ്രൊസീജിയർ മാത്രമായിരുന്നു ബാക്കിയുള്ളത്. അതായത് കോടതിയിൽ നിന്നുള്ള ജാമ്യം ലഭിച്ചിട്ടുള്ള ഒരു പേപ്പർ, അതിന്റെ ഒരു കോപ്പി കൃത്യമായി ജയിലിൽ എത്തിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമായിരുന്നു പെൻഡിംഗ് ആയിട്ടുണ്ടായിരുന്നത്. അത് ഇന്ന് രാവിലെ തന്നെ അഭിഭാഷകൻ എത്തി കൈമാറി. ഇന്നലെ രാത്രി തന്നെ അഭിഭാഷകൻ സൂചന നൽകിയിരുന്നു, രാവിലെ ഒരു 6 മണിയോ അല്ലെങ്കിൽ 7 മണി ഇതിനുള്ളിൽ തന്നെ അല്ലു അർജുൻ പുറത്തിറങ്ങും എന്നുള്ള കൃത്യമായ വിവരം അല്ലു അർജുന്റെ അഭിഭാഷകർ നൽകിയിരുന്നു. അതുപോലെ തന്നെ രാവിലെ ഇവർ ജയിലിലെത്തി. അല്ലു അർജുന്റെ ബന്ധുക്കളും ജയിലിലെത്തിയിരുന്നു. ഇവർ അകത്ത് പോയി ഏതാണ്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ജയിൽ സൂപ്രണ്ടിനെ കണ്ടു. ഇത്തരത്തിൽ ഈ ഓർഡർ കൈമാറിയതിനു ശേഷം എത്തിയിരുന്നു. അല്ലു അർജുൻ ഇപ്പോൾ പുറത്തെത്തിയതായി ഔദ്യോഗികമായി ഇവർ അറിയിച്ചിരിക്കുകയാണ്. അല്ലു അർജുൻ നിലവിൽ ചഞ്ചൽഗുഡ ജയിലിന്റെ പിൻവശത്തെ ഗേറ്റിലൂടെയാണ് പുറത്തേക്ക് പോയത് എന്നാണ് സൂചന. ഇന്നലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വിവരം പുറത്തു വന്നിരുന്നു. അല്ലു അർജുൻ പുറത്തിറങ്ങുന്നത് കാത്ത് ആരാധകരും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരുടെ വലിയൊരു നിരയും ചഞ്ചൽഗുഡ ഈ ജയിലിന് മുന്നിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിൻവശത്തെ ഗേറ്റിലൂടെ പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയതെന്നാണ് അഭിഭാഷകൻ നൽകുന്ന വാദം. എന്തായാലും ഇന്നലെ ഒരു ദിവസം രാത്രി മുഴുവൻ ജയിലിൽ കഴിഞ്ഞതിന് ശേഷം അല്ലു അർജുൻ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അഭിഭാഷകൻ അതിരൂക്ഷമായ വിമർശനമാണ് പോലീസിനെതിരെ ഉന്നയിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി തന്നെ ഈ ഓർഡർ പ്രകാരം അല്ലു അർജുനെ പുറത്തിറക്കാൻ കഴിയുമായിരുന്നു എന്ന് അഭിഭാഷകർ പറയുന്നു. ഈ പേപ്പർ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ഉത്തരവിൻ്റെ കോപ്പി ഈ ജയിൽ അധികൃതർക്ക് വാങ്ങുകയും ഒപ്പം തന്നെ അല്ലു അർജുനെ പുറത്തിറക്കാൻ കഴിയുകയും ചെയ്യാമായിരുന്നു. പക്ഷേ അവർ അതിനെ ശ്രമിച്ചില്ല എന്നുള്ള രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. ഇത് സംബന്ധിച്ചും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.